ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. അതെങ്ങോട്ടാണെന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം കാണിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വീഡിയോസ് ഷോർട്ടായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇതേണ്ടേ ഹായ് കുത്തേ. ഓക്കെ, അപ്പോൾ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്. ഇതുണ്ട്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ റൂട്ടാണ്. മൈസൂർ പാലസ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. മൈസൂർ എല്ലാം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളേതായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി, കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ലേ. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇരുട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ നല്ല ലൈറ്റുകൾ കാരണം നല്ല ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ സിറ്റികളുടെ ആ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സിറ്റിയുടെ അപ്പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇതല്ലേ, ഞാൻ സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ എല്ലാം 80 കിലോമീറ്റർ സ്പീഡിൽ പോകാനുള്ള വഴികളാണ് ഇതെല്ലാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് ഇതെവിടെ സ്ഥലം എവിടെയാടി? സ്ഥലത്തിൻ്റെ പേരെന്തുവാ? പൂലിപ്പൂണ്ടി സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയത്തില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കൊച്ച് ഛർദ്ദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നിർത്തി. ഒരു വിജനമായ സ്ഥലമാണ്. ഒരു മനുഷ്യവാസമൊന്നും ഇല്ല. എവിടെയാണെന്നും അറിയത്തില്ല. സമയം 10 മണി കഴിഞ്ഞു. പൂളിപ്പൂണ്ടി എന്തൊരു സ്ഥലമാണ് പറയുന്നത്, എവിടെയാണെന്നും അറിയത്തില്ല. എന്നാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അല്ലേ, അവൻ ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ അവന് മുഖമൊക്കെ കഴുകി അവനെ സെറ്റാക്കി ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, ഒരു വണ്ടി വരുന്നുണ്ട്. കണ്ടത് ലോറി പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിനി അടുത്ത് നേരെ ഞങ്ങൾക്ക് വഴി ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വഴി തെറ്റിപ്പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും എവിടുന്ന് വഴി തെറ്റിപ്പോയി? പളനി തിരിയുന്ന വഴി ഒട്ടൻചിത്രത്തിൽ ഞങ്ങൾ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ എവിടുന്ന് ഒരു കാട്ടിക്കൂടെ കയറി ഞങ്ങളിങ്ങനെ ഇനി അങ്ങോട്ട് പോടെ. ഈ റോഡിലോട്ടുള്ള മെയിൻ NH കയറണം ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങൾ സത്യമംഗലം പോയി, സത്യമംഗലത്ത് നിന്ന് മൈസൂർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഇത് സമയം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ സത്യമംഗലം എത്തണം. അപ്പോൾ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ മടുത്തു. ഞങ്ങളങ്ങനെ എവിടെ എത്തി? ഇപ്പൊ ഞങ്ങള് സത്യമംഗലം ചെക്ക് പോസ്റ്റിനോട് വന്നേക്കുവാണ്. ഇതല്ലേ, ചെക്ക് പോസ്റ്റിനോട് വന്നേക്കുവാണ്. ഇവിടുത്തെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട് തന്നെ. ഇവിടെ വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അത് തന്നെ, ഞങ്ങൾ ഇച്ചിരി വെളിച്ചമുള്ളിടത്തോടെ ഒന്ന് വണ്ടി നിർത്തിയിട്ടേക്കുവാണ്. പക്ഷെ വരുന്ന വഴിക്കത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കണം. ഒരുപാട് പട്ടികൾ നമ്മൾ ആക്രമിക്കാൻ വരും. പുറകെ വരും. വണ്ടിയുടെ പുറകെ എന്ന് പറഞ്ഞാൽ ആ സ്പീഡിൽ നമ്മളിപ്പോൾ ഒരു 80 പോവുകയാണെങ്കിൽ അത് ആ സ്പീഡിൽ വരത്തക്ക രീതിയിൽ പറന്ന് നമ്മളെ കടിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതെല്ലാം സേഫ് ആയിട്ടിരിക്കും. എല്ലായിടത്തും ഇവിടെ പട്ടിയാണ്, ഭയങ്കര കടിക്കുന്ന പട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഉറങ്ങാൻ പോകണം. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് എന്നിട്ട് നാളെ രാവിലെ ഇനി ഇവിടുന്ന് 6 മണിയാകുമ്പോഴേ ഇനി ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഇനി നാളെ പോകാൻ പറ്റില്ല. അപ്പോൾ അതുവരെ ഇവിടെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാനാണ് പ്ലാന്. വരുന്ന വഴി ഞങ്ങളിപ്പോൾ ഇരുട്ടത്ത് തന്നെ ഞങ്ങൾ മാനിനെ കണ്ടു കേട്ടോ. ഒരുപാട് മാനിനെ കണ്ടു. പക്ഷേ ഈ പകലെ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിനി ഇവിടെ കിടന്ന് വരുന്നൊരു പകൽ വരാൻ നോക്കുക. ഞങ്ങൾക്ക് കറക്റ്റ് സമയം അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറി പോകുന്നതാണ്. അപ്പോൾ വരുന്നൊരു പകൽ വരാൻ നോക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ ലെഡി, ബൈ, ഗുഡ് നൈറ്റ്. ഇതുണ്ട്, ഇവിടാണ് വണ്ടികളെല്ലാം നിർത്തിയിടുന്നത്. ഉണ്ടല്ലേ, ഇതൊരു കോവിലാണ്.
അല്ല അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കിടക്കുന്നു ഇതുണ്ടല്ലേ, ആൾക്കാർ കുറേ പേര് ഇവിടെ നിന്ന് കിടക്കുക ഇതുണ്ടല്ലേ. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഉണ്ടല്ലേ, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കൊണ്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നേരം വെളുത്തു, ഞങ്ങൾ വണ്ടിയെ കിടക്കുക. ഇതുണ്ടോ, ഇതെല്ലാം ഇന്നലെ നിർത്തിയിട്ട വണ്ടികളാണ് ഇതുണ്ടല്ലേ, ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നതാണ് ഇതുണ്ടല്ലേ, ഫുള്ള് ഇന്നലെ രാത്രി നിർത്തിയിട്ട വണ്ടികളാണ് ഇതെല്ലാം. അങ്ങോട്ട് നോക്കണേ, മൈസൂർ ബാംഗ്ലൂർ പോകാനുള്ള സ്ഥലത്തോട്ടുള്ള വണ്ടികളാണ് ഈ കിടന്നെല്ലാം. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ ഈ ബോർഡർ അടച്ചു, നമ്മുടെ സത്യമംഗലം ബോർഡർ അടച്ചു. എന്നിട്ട് ഞങ്ങളിവിടെ നിൽക്കുവാണ്. ഇതിൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടത് വരുന്നതല്ലേ, അതേ കിടന്ന് ഉറങ്ങി കൊതുക് കടിച്ച് കൊന്നു അല്ലേ. ഇവിടെ മൊത്തം ഈ വേസ്റ്റാണ് ഇതല്ലേ. അപ്പം ഇനി ഇവിടുന്ന് വണ്ടി എടുക്കും, 6 മണിയാകുമ്പോൾ വണ്ടി എടുക്കും. എന്നിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതുകൊണ്ടല്ലേ വണ്ടികൾ ക്യൂ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വണ്ടി എടുക്കുകയാണ്. വണ്ടികളൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. 6 മണിയാകുമ്പോൾ വണ്ടികളെല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. ഇതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ കിടക്കുവാണ് ക്യൂ ആയിട്ട്. അങ്ങനെ 6 മണിക്ക് ശേഷം ദേണ്ട ഗേറ്റ് ഓപ്പണായി, ചെക്ക് പോസ്റ്റ് ഓപ്പണായി. ഇതല്ല വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുവാണ്. ഇനി നമ്മൾ സത്യമംഗലം കാട്ടിലോട്ട് കിടക്കുവാണ്, മെയിൻ കാട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഇതുണ്ടല്ലേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും ബ്ലോക്കായിരുന്നു. നമ്മൾ ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് നമ്മുടെ വണ്ടി ഒന്ന് അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചത്. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കിട്ട് ഇടി കിട്ടും. അതുകൊണ്ട് നമ്മൾ നോക്കി വേണം വണ്ടി എടുക്കാനായിട്ടാണ്. അങ്ങനെ നമ്മൾ എൻട്രൻസ് കടന്ന് അവിടെ നിന്ന് പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ നല്ല നിബിഡമായ വനമാണ് കേട്ടോ 2 സൈഡിലും. ഇതിപ്പം സത്യമംഗലം കാടാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഇഷ്ടംപോലെ നമുക്ക് മാനുകളെ കാണാൻ പറ്റും. ഇതുണ്ടല്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഇതുണ്ടല്ലോ നല്ല പല കലമാനും അതുപോലെ തന്നെ കേഴ, ഏതാണ്ട് എനിക്കറിയില്ല, പേരറിയത്തില്ല, അതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് 2 സൈഡിലും. മറ്റേ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുമെന്ന് പറയുന്ന പോലെ തന്നെ മസനഗുഡി വഴി പോകുമ്പോൾ എനിക്കറിയില്ല ഈ ഇതുപോലെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ സത്യമംഗലം കാട്ടിക്കൂടെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഞങ്ങൾ തന്നെ കണ്ടതുണ്ട്, ഇഷ്ടംപോലെ നമുക്ക് പോകുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ മാനുകളെയാണ്. കടുവയുടെയും ആനയുടെയൊക്കെ അവിടെ ഇങ്ങനെ ഇത് മറ്റേ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കണ്ടത് ഈ മാനുകളെയാണ്. നല്ല രസമാണ് കേട്ടോ, പച്ചപ്പാണ്, നല്ല പച്ചപ്പാണ്. ഞങ്ങളവിടെ നിന്ന് 6:15 സമയത്താണ് ഈ വീഡിയോ. ഇതുണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ. അതിങ്ങനെ കിടക്കുകയാണ് കുറേ, ഒരു 10, 15, 20 കിലോമീറ്ററോളം ഇങ്ങനെ കാട്ടിക്കൂടെ തന്നെ നമ്മളിങ്ങനെ പോകണം. കണ്ടില്ല, നല്ല എന്താ പറയുക, നമ്മൾ വേറെ ഏതൊരു രാജ്യത്ത് പോയൊരു പ്രതീതിയാണ്. കാരണം എന്ന് വെച്ചാൽ 6 മണി വരെ ഉള്ളൂ, നമുക്ക് വൈകുന്നേരം 6 മണി ആകുമ്പോഴത്തേനും ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് ഈ വഴി എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് നേരത്തെ രാത്രി സമയങ്ങളിലും വാഹനങ്ങൾ കടത്തി വിടുമായിരുന്നു. അപ്പോൾ കുഴപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ അതുങ്ങളെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെ ഒരുപാട് മൃഗങ്ങളിങ്ങനെ ചത്തു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ക്ലോസ് ചെയ്തത്. കണ്ടില്ലേ ഒരുപാട് കൂട്ടങ്ങളെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് നേരിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ കുഴപ്പം എന്നാ വെച്ചാൽ ഫുള്ള് ഇതുണ്ടല്ലേ ഇതുപോലത്തെ ഇങ്ങനെ ഈ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്പീഡ് ബ്രേക്കറാണ്, എപ്പോഴും തിരിഞ്ഞാലും സ്പീഡ് ബ്രേക്കറാണ്. അതേ ഉള്ളൂ, നമുക്ക് ഒരു എന്താ പറയുക, ഒരു 15 കിലോമീറ്ററിൽ 20 കിലോമീറ്റർ സ്പീഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അടുപ്പിച്ച് സ്പീഡ് ബ്രേക്കറാണ്. നല്ല ഭംഗിയാട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. നല്ല ഭംഗിയാണ്. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ കാട്ടിക്കൂടെ ഉള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മൈസൂരിലോട്ടാണ്. ഇതല്ലേ നല്ല ഭംഗിയാണ്. വേറെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ കാട്ടുപോത്തോ അങ്ങനെ വേറെ ഒന്നിനും കാണാൻ പറ്റില്ല. കേഴ കണ്ടു, മാന് കണ്ടു, കുരങ്ങനെ കണ്ടു, പിന്നെ ചെറിയ എന്തൊക്കെയോ ജീവികളെ കണ്ടു, അതിൻ്റെ പേരറിയില്ല. നല്ല ഭംഗിയാണ്. ഇതല്ലേ സ്പീഡ് ബ്രേക്കറാണ്, എപ്പോഴും തിരിഞ്ഞാലും സ്പീഡ് ബ്രേക്കറാണ്. നല്ല പച്ചപ്പാണ്. കാരണം വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു ലാസ്റ്റ് നൈറ്റ്. അതുകൊണ്ട് എല്ലാവരും നല്ല പച്ചപ്പാണ്, നല്ല എന്താ പറയുക, നല്ല രസമാണ്. നമ്മൾ നേരിട്ട് അവിടെ പോയെങ്കിൽ നമുക്ക് കാണാൻ ഉള്ളൊരു ഇത് കിട്ടുള്ളൂ. ഒരുപാട് കേരള രജിസ്ട്രേഷൻ വണ്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അതൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ 4 ചുറ്റിനും ഭയങ്കര മലപ്രദേശമാണ്.
ഒരുപാട് മലകളും കുന്നുകളും ഉള്ളതിന് നടുക്കായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ പോണത്. ഞങ്ങൾ ലാസ്റ്റ് നൈറ്റ് അവിടെയാണ് കിടന്നത്. നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തന്നെ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ തന്നെ നമ്മളിങ്ങനെ കിടന്നു. അപ്പോൾ ഒരുപാട് കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഓഡിറ്റോറിയം പോലുണ്ട് അമ്പലത്തിന് തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ പോയിരിക്കും. പിന്നെ ഞങ്ങൾ വണ്ടിക്കകത്ത് കിടക്കും. പിന്നെ കൊതുക്, ഭയങ്കര കൊതുകാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നമ്മൾ വണ്ടി നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പട്ടികളുണ്ട്. ഈ പട്ടികളും പിന്നെ കാട്ടിലോട്ട് സൈഡിലോട്ടൊന്നും ഇറങ്ങി പോകില്ല, കാരണം കടുവയുടെ ഏരിയ ആണ്. നമ്മളെല്ലാം പിടിച്ചുകൊണ്ട് പോയാലും ആരും അറിയത്തില്ല, കാരണം അതുപോലെ ഇരുട്ടും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് പോലെ തന്നെ നമ്മൾ അപ്പുറം വെച്ചിട്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് 6 മണിക്ക് ശേഷം കടത്തി വിടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വേറൊരു വാഹനങ്ങളും വരുന്നത് കാണാൻ സാധിക്കാത്തത് കേട്ടോ. ഇവിടുന്ന് 6 മണിക്ക് കടത്തി വിടുന്ന പോലെ തന്നെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും വണ്ടികൾ കടത്തി വിടും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ചങ്ങ് ദൂരം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. വരുന്നത് മൊത്തം വലിയ ഹെവി ലോറികളൊക്കെയാണ് വരുന്നത്. നല്ല നല്ല വ്യൂ പോയിന്റുകളുണ്ട്. അങ്ങ് ദൂരം കാണുന്ന നല്ല വ്യൂ പോയിന്റുണ്ട്. ഞാൻ ഇതുണ്ടല്ലേ, എല്ലാം വലിയ ലോറികളാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ വണ്ടി നിർത്തിയായിരുന്നു. അതിപ്പോൾ കാണാൻ സാധിക്കും. നല്ല രസമാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മൊത്തം ആ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ മൊത്തം വളവുകളാണ്, ചെറിയ ചെറിയ ഹെയർ പിൻ വളവുകളാണ്. ടോട്ടൽ എനിക്ക് തോന്നുന്നതിന് 30-40 എങ്ങാണ്ട് ഹെയർ പിൻ വളവുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ മെയിൻ സ്ഥലത്ത് എത്താൻ സാധിക്കുന്നത്. ഈ മരങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങോട്ട് ഒരു വണ്ടി പോലും ഇല്ല. നമ്മുടെ വണ്ടികൾ മാത്രം അങ്ങോട്ട് പോകുന്നത് 1 വേ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വാഹനങ്ങളെല്ലാം വലിയ ലോറികളെല്ലാം വരും കേട്ടോ. വെള്ളയ്ക്ക് പോലെ ഒരുപാട് ഹെയർ പിൻ വളവുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം നമുക്ക് ഊട്ടിയിൽ പോകുന്ന പോലെ, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ നമ്മൾ കയറ്റം കയറുന്നത് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരു താഴെ നമ്മുടെ നിരപ്പിൽ നിന്ന് കയറി പോവാണ്. മലകൾ കടന്ന് കയറി പോകുന്ന പോലെ തന്നെയാണ് ഇതും. ഈ കാട്ടിക്കൂടെയാണ് നമ്മുടെ വീരപ്പൻ, നമ്മുടെ കാടിന് വയത്തിൽ കാട്ടുമൃഗങ്ങളെ എവിടെയാണ് എന്ന് പറയുക. നമ്മുടെ വീരപ്പൻ്റെ വികാരിച്ച് നല്ലൊരു വനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടിക്കൂടെയാണ് പുള്ളിക്കാരന് നമ്മുടെ കാടാണ് കാണുന്നത്. ഭയങ്കര നിഗൂഢ വനമാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കുള്ളൂ. നല്ല രസമാണ്. നമുക്ക് ദൂരെ കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ വന്ന വഴികൾ നമുക്ക് അതുകൂടെ കാണാൻ പറ്റും. നമ്മൾ വയനാടൊക്കെ പോകുമ്പോഴത്തെ പോലെ ഉള്ളൊരു ഏകദേശം അതുപോലെ ആണെങ്കിലും അതിനേക്കാളും ഹെവിയാണ് ഈ വഴികൾ. നല്ല വഴിയാണ് കേട്ടോ, നല്ല വഴിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഇപ്പോൾ അപ്പുറത്തുനിന്ന് വണ്ടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതല്ലേ ഫുള്ള് വളവുകളാണ്.
ഇതല്ലേ നമ്മളീ കാണുന്നതാണ് സത്യമംഗലം ചുരമാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വന്നത്. അങ്ങ് ദൂരെ കണ്ടില്ല, അവിടെ നിന്നാണ് നമ്മളിവിടെ വരെ കയറി വന്നത്. വണ്ടികൾ പോകുന്നുണ്ടല്ലോ, എല്ലാ സ്പീഡിൽ ഇങ്ങനെ കയറി പോരുവാണ്. ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട്? ഇതല്ലേ ഞങ്ങൾ ആദ്യമായിട്ട് വരുവാണ്. കൊള്ളാം. നമ്മുടെ വീരപ്പൻ്റെ കാട്ടിക്കൂടാണ് ഞങ്ങൾ വരുന്നത്. വീരപ്പൻ ജനിച്ച് വളർന്ന് അടിച്ച് തകർന്ന കാട്ടിക്കൂടാണ് പോകുന്നത്. കാരണം വീരപ്പൻ്റെ കാട് നോക്കി ബസ്സിനെ കൂടി വഴി ഊട്ടിയിലേക്ക് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ എലേ പോന്ന് ഞങ്ങൾ സത്യമംഗലം വഴി മൈസൂരിലോട്ടുള്ള വഴിയാണ്. ഇതല്ലേ സത്യമംഗലം കാട്, അടിപൊളി കാടാണ്. ഇതിലാണ് നമ്മുടെ വീരപ്പൻ വിരാജിച്ച് നടന്ന കാടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. വീരപ്പൻ വിരാജിച്ച് നടന്ന കാട് ഇതല്ലേ. അവിടെ ഒരു റിവർ കാണുന്നത്. വീരപ്പൻ അടിച്ചു ഒരു റിവർ ഉണ്ട് അവിടെ. എന്തൊക്കെയുണ്ട് നമുക്കൊന്നും അതുപോലത്തെ ഒരു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും കുറേ ദൂരം പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിലേക്ക് പോയേക്കാം. ഓക്കെ, പോകുന്ന വഴിയിൽ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. രണ്ട് സൈഡും നോക്കിയോ. ഇപ്പം മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കയറ്റം കയറി പോകുന്നതുകൊണ്ട് ഇവിടെ എങ്ങും ഒന്നിനെ കാണാൻ പറ്റുന്നില്ല. ഇതുണ്ടല്ലേ, ഇപ്പോഴാണ് വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ തുടങ്ങിയത്. നമ്മൾ അവിടെ നിന്ന് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ നിന്നും വാഹനങ്ങൾ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. വലിയ വലിയ ലോറികളാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് വരണം, കാരണം വെച്ചാൽ ഇറക്കമല്ലേ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടികൾ ഓടിക്കാനും. ഒക്കെ ഇതുണ്ടല്ലോ, വരുന്ന എല്ലാ ഹെവി ലോഡ് വണ്ടികളാണ്. പച്ചക്കറി അതുപോലെ വലിയ വലിയ സാധനങ്ങൾ കൊണ്ട് വരുന്ന വണ്ടികളാണ് ഈ വരുന്നത് മൊത്തം. ഇതുണ്ടല്ലേ. പിന്നെ പോകുന്ന വഴി കാണാൻ പറ്റും നല്ലൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, ഈ പോകുന്ന വഴി ഈ ഇതിൻ്റെ പേരെന്തുവാ, ഈ മുള മൊത്തം ഇല്ലിന്ന് മുളയെന്നൊക്കെ പറയും. അത് മൊത്തം ഉണങ്ങിയിട്ട്, അതായത് ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇത് വല്ല ആനയോ എന്തെങ്കിലും വന്ന് വലിച്ച് പറിച്ച് കളഞ്ഞാണെന്ന്. പക്ഷെ അതല്ല, ഇത് കാലക്രമേണ ഇതിൻ്റെ പൂ വന്നതിന് ശേഷം ഇത് ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നതാണ്. ഇതല്ലേ, ഫുള്ള് ഒടിഞ്ഞൊടിഞ്ഞ് നല്ല രസം കാണാൻ. പക്ഷേ ഇതല്ലേ, ഒരു സ്ഥലത്തു നിന്ന് കുറേ ദൂരം വരെ ഇത് തന്നെയാണ് കാണാനുള്ളത്. ഇതല്ലേ, പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് അങ്ങനെയൊന്നും ഈ കാടിൻ്റെ അവിടെ നിന്നും വണ്ടി നിർത്തിയിടുന്നത് അത്ര സേഫ് അല്ല. കാരണം എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരും പോകുന്ന വഴിക്ക് ഇങ്ങനെ കാടിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഞങ്ങളും നിർത്തിയില്ല. ഞങ്ങൾ നിർത്തിയത് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു എന്താ പറയുക, നല്ലൊരു തെളിഞ്ഞൊരു സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളൂ. ഇതല്ല, അങ്ങനെ ഈ പോകുന്ന വഴിക്ക് മൊത്തം ഈ സ്പീഡ് ബ്രേക്കാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. വണ്ടി ഒരു എന്താ പറയുക, 30-40 കിലോമീറ്റർ സ്പീഡ് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എവിടെ തിരിഞ്ഞാൽ ഈ സ്പീഡ് ബ്രേക്കറേ ഉള്ളൂ. ഇതല്ലേ, നല്ല ഭംഗിയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത്ര നേരം നമ്മൾ തമിഴ്നാട് കാട്ടിക്കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ്ട് അങ്ങനെ നമ്മൾ ഇനി അടുത്തത് കർണാടക ഫോറസ്റ്റിലൂടെ കിടക്കാൻ പോവുകയാണ്. ഇതാണ് കർണാടക ഫോറസ്റ്റിൻ്റെ മെയിൻ എൻട്രി എന്ന് പറഞ്ഞത്. ഇതല്ലേ, ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതല്ലേ. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ നേരെ മൈസൂരിന് ഇനി ഇവിടെ 100 കിലോമീറ്റർ കൂടെ ഉണ്ട്. വീണ്ടും അടുത്ത കർണാടക കാട്ടിക്കൂടെ ഇങ്ങനെ പോവുകയാണ്. ഇതല്ലേ, നല്ല ഭംഗിയാണ്. എൻ്റെ രസകി ഞങ്ങൾ പോകുന്ന വഴിക്കാണ്ട് ഒരു കാഴ്ചയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഇതിൻ്റെ കൂടെ ഈ പട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നത് കണ്ടു. ഇത് ഏതൊരു വ്യക്തി കൊണ്ടുവന്ന പട്ടിയാണ്. അപ്പോൾ അതിനെ കണ്ടിട്ട് ഞങ്ങളെപ്പോലെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ വന്നിട്ട്
അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇതിൻ്റെ പേരറിയുന്നൊരു കമൻറ്റ് ചെയ്യണേ. എനിക്കിതിനെ കണ്ടിട്ട് എന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇത് രസമില്ല മുഖം കാണാനായിട്ട്. ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഇതിലൊരു ഭയങ്കര ഇത് ഈ ബ്രീഡിൻ്റെ പേരറിയുന്നൊരു കമൻറ്റ് ചെയ്യുക. ഇത് ഭയങ്കര വലുപ്പമായിരുന്നു അല്ലേ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ തമിഴ്നാട്ടിലുള്ള എന്ത് പട്ടിയാണ്, മറ്റേ രാജപാളയം പട്ടിയുടെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. വീണ്ടും അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ സ്പീഡ് കൂട്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ താമസിക്കും. ഇതിലെ പോകുന്ന വഴികൾ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോയ പോലെ തന്നെയാണ്. അങ്ങനെ ഏതോ ഒരു ജംഗ്ഷനിലെത്തി. അത് കഴിഞ്ഞ് പിന്നെയും പോവുകയാണ്. ഓപ്പൺ ഏരിയ അല്ല അല്ലട മഴ പെയ്തു ഇതെല്ലാം തമിഴ്നാട് പോലെ കിടക്കുന്ന ഇനി ഇത്ര ഇങ്ങനെ മറ്റേ എല്ലാ സംസ്ഥാനം ഇങ്ങനെ
അങ്ങനെ നമ്മൾ മൈസൂർ സിറ്റിയിലോട്ട് എൻ്റർ ചെയ്തേക്കുവാണ്. മൈസൂരിലോട്ട് എത്താറാകുമ്പോൾ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വലിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് പുറകെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നത്ര ഓരോ വീഡിയോയിലും ചേർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതാണ് മൈസൂരിലോട്ട് വന്ന് എൻ്റർ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റിലത്തെ അമ്പലമാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുക. അതുണ്ടല്ലേ, ഇത് വലിയൊരു അമ്പലമാണ്. അങ്ങനെ നമ്മൾ മൈസൂർ സിറ്റി വന്നേക്കാണ്. ലോങ് ട്രാവലിന് ശേഷം മൈസൂർ സിറ്റി വന്ന് ഇതല്ലേ ഒരു ക്ഷേത്രമാണ്. അവിടെ നമ്മൾ നേരെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പതിയെ പോകണം. ഒരുപാട് ആൾക്കാരുണ്ട് പോകുന്ന വഴിക്ക്. നമ്മൾ ഈ മൈസൂരിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഭയങ്കര ജനത്തിരക്കാണ്. എവിടെ തിരിഞ്ഞാലും നമ്മൾ ചെറിയ സ്ഥലങ്ങളിൽ ചെന്നാലും ഭയങ്കര ജനത്തിരക്കാണ്. എവിടെ തിരിഞ്ഞാലും ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇതല്ല, അങ്ങനെ നമ്മൾ മൈസൂർ സിറ്റിയിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള മെയിൻ വഴി കൂടെ പോവുകയാണ്. ഇതല്ല പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും നമ്മളങ്ങനെ മൈസൂർ പാലസിൻ്റെ ബൗണ്ടറിയിൽ എത്തിയിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ നേരെ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂവിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ അകത്ത് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് വേണം അകത്തോട്ട് പോയി ടിക്കറ്റ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ഭാഗങ്ങൾ ഫുള്ള് മൈസൂർ പാലസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതുണ്ടല്ലേ, ഇടത്ത് സൈഡിലോട്ട് നോക്കി ഫുള്ള് നമുക്കിത് പറയാൻ പറ്റത്തില്ല,
അത്രയ്ക്ക് വീതി കിടക്കുന്ന നീളത്തിലും ഏരിയയിലാണ് ഈ പാലസ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് നമ്മൾ ലോങ് ആക്കുന്നില്ല. അപ്പോൾ മാക്സിമം ഇതിനകത്ത് കവർ ചെയ്തിട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോക്കകത്ത്. തുടർന്നുള്ള വീഡിയോകൾ നാളെ ഒക്കെ ആയിട്ട് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എന്താണ്ട് നമ്മൾ മെയിൻ കവാടം വരെയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. തുടർന്ന് നാളെ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ കവാടം. ഓക്കെ, അപ്പം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. സീ യു ടുമോറോ. ബൈ.